സ്റ്റുഡൻസ്, ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർഡ് ഫോർ ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി ഓക്സിജൻ, വാട്ടർ, ക്ലോറോഫിൽ, ലൈറ്റ്. അപ്പം അതിന് മുമ്പ് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നോക്കാം. ഫോട്ടോസിന്തസിസിൽ നമ്മളെ രണ്ട് റിയാക്ഷൻസാണ് പഠിക്കുന്നത്. ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. നോക്കുക, ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ലൈറ്റ് റിയാക്ഷൻ നമുക്ക് സൈക്ലിക്കും നോൺ സൈക്ലിക്കും എന്ന് പറയാം. ഇതിൽ വരുന്ന ഫോട്ടോ സിസ്റ്റംസ് ആണ് PS1 PS2. PS2 എന്ന് പറയുന്നത് P618 ആണ്. അതായത് ഇത് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണ് അബ്സോർബ് ചെയ്യുന്നത്. PS1 എന്ന് പറയുന്നത് P700 ആണ്. 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ PS2ലേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് അതിൽ ഇലക്ട്രോൺസ് ഫോട്ടോ എക്സൈറ്റഡ് ആവുന്നു, നെക്സ്റ്റ് മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഇത് ഫോട്ടോ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരുന്നു. ഇതിനെ ഓവർകം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുന്നത് പാസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് വഴിയുള്ള പ്രവർത്തനം വഴിയാണ്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് H+ ഓക്സിജനും ആവുന്നുണ്ട്. ഇതിലുള്ള ഇലക്ട്രോണാണ് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിനെ ബാലൻസ് ചെയ്യുന്നത്. ഈ ഓക്സിജനാണ് പിന്നീട് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓക്സിജൻ തന്നിട്ടുണ്ടെങ്കിലും റിക്വയർഡ് അല്ലല്ലോ, ഉണ്ടാവുന്നൊരു സാധനമല്ലേ ഓക്സിജൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓക്സിജൻ യൂസ് ചെയ്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ വരുന്നില്ല. പിന്നെ ക്ലോറോഫിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്ലോറോഫിലും യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടറും ക്ലോറോഫിലും പിന്നെ ലൈറ്റ് റിയാക്ഷനുണ്ട്, ലൈറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുള്ള PS2 എത്തിയിട്ടുള്ള ഇലക്ട്രോൺ നെക്സ്റ്റ് മോളിക്യൂളിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വരുന്നത് പ്ലാസ്റ്റോക്വിനോൺ ആണ്. അതിന് മുമ്പ് ഫിയോഫൈറ്റിലേക്ക് പോകുന്നു, പിന്നെ പ്ലാസ്റ്റോക്വിനോൺ പോകുന്നു. പ്ലാസ്റ്റോക്വിനോണിന് നെക്സ്റ്റ് പോകുന്നത് സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്കാണ്. സൈറ്റോക്രോം B6F കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സൈറ്റോക്രോം B ഉണ്ട്, സൈറ്റോക്രോം F ഉണ്ട്. അതുപോലെ തന്നെ അയൺ 2Fe2S കോംപ്ലക്സും കൂടി ഉണ്ട്. ഇതിനെ നമ്മൾ റിസ്കി സെൻറ്റർ എന്നാണ് പറയുന്നത്. 2Fe2S കോംപ്ലക്സ് നമ്മൾ റിസ്കി സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ സൈറ്റോക്രോം B6Fലൂടെ പാസ് ചെയ്യുന്നു. അതിനുശേഷമാണ് PS1 അല്ലെങ്കിൽ P700ലേക്ക് എത്തുന്നത്. P700 ലൈറ്റ് വേവിനെ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇലക്ട്രോൺ ഫോട്ടോ എക്സൈറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഒരുപാട് മോളിക്യൂളിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫിലോക്വിനോണിലൂടെയും അയൺ സൾഫറിലൂടെയും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫൈനലി ഞാൻ ഡയഗ്രാം കാണിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ PS2ലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടുത്തെ ഇലക്ട്രോൺ ഫോട്ടോ എക്സൈറ്റഡ് ആവുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും H+ ആവുന്നുണ്ട്. PS2 പ്ലാസ്റ്റോക്വിനോൺ, അതിന് മുമ്പ് ഫിയോഫൈറ്റിലേക്ക് പോകുന്നു. ദെൻ പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകുന്നു. പ്ലാസ്റ്റോക്വിനോണിൽ സൈറ്റോക്രോം B6Fലേക്ക് പോകുന്നു. അവിടുന്ന് പ്ലാസ്റ്റോ സയാനിലേക്ക് കൂടി പോകുന്നുണ്ട്. പ്ലാസ്റ്റോ സയാനിൻ ലുമിനാർ സൈഡിലുള്ള ഒരു മോളിക്യൂൾസ് ആണ്. അത് ഹൈഡ്രോഫിലിക് കൂടിയാണ്. ഹൈഡ്രോഫിലിക്കാണ് ലുമിനാർ സൈഡിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് PS1ലേക്ക് പോകുന്നു. PS1 നിന്ന് പിന്നെ ഫെറഡോക്സിലെത്തുന്നു. ഫൈനലി ഫെറഡോക്സിൽ നിന്ന് NADP-ലേക്ക് പോകുന്നു. NADP H+ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് NADPH ആവുന്നു. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് FNR, ഫെറഡോക്സിൻ NADP റിഡക്ടേസ്. ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷനാണ്. ഇതിൽ ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്ന ഓൺലി എൻസൈമാറ്റിക് റിയാക്ഷനാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫെറഡോക്സിൽ നിന്ന് ഇലക്ട്രോൺ NADP-ലേക്ക് പോകുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന NADP-യും പിന്നെ ATP-യും ആണ് ഡാർക്ക് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് വാട്ടറും ക്ലോറോഫിലും ലൈറ്റും ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ഡിഫ്യൂസസ് ഔട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഓപ്ഷൻ തന്നിട്ടുള്ള ADP, NADPH, ഓക്സിജൻ, ATP. ഇവിടെ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ് ADPയും NADPH ഉണ്ടാകുന്നുണ്ട്, ഓക്സിജനും
ATP. ഇതിൽ NADPHും ATPയും ഡാർക്ക് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിജൻ ഇവോൾവ് ആവുന്നുണ്ട്. ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ, ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ലേബിൾഡ് വിത്ത് ആൽഫബെറ്റ്സ് ബൈ സെലക്ടിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത് ഡാർക്ക് റിയാക്ഷനിലെ ഒരു സ്റ്റെപ്പാണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന സ്ട്രോമയിലാണ്, ബട്ട് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. നോട്ട് ദാറ്റ് പോയിന്റ്. ഇത് കാൽവിൻ സൈക്കിളാണ്. കാൽവിൻ സൈക്കിളിൻ്റെ വേറൊരു പേരാണ് എന്താണ്, കാൽവിൻ ബെൻസിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് പറയും. ഇതൊരു റിഡക്റ്റീവ് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ആണ്. ഓക്കെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലേഷനാണ്. ബി എന്ന് പറയുന്നത് റിഡക്ഷനാണ്. ഫൈനൽ സ്റ്റെപ്പ് റീജനറേഷനാണ്. കാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ റൈബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ട് ജോയിൻ ചെയ്തിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി റിഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ATPയും NADPHും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ച് റൈബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നൊരു പ്രോസസ്സാണ്. അവിടെ ATP യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. അതൊരു 3 കാർബൺ കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് C3 സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രോസസ്സിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ 6 കാൽവിൻ സൈക്കിൾ നടക്കണം. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ 6 കാൽവിൻ സൈക്കിൾ നടക്കണം. ഇവിടെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ATPൻ്റെയും NADPHൻ്റെയും എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ATP യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് റിഡക്ഷനിലാണ്. ATP യൂസ് ചെയ്യുന്നുണ്ട്, NADPH യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 ATPയും 12 NADPHും യൂസ് ചെയ്യുന്നുണ്ട്. റീജനറേഷൻ്റെ സമയത്ത് ATP യൂസ് ചെയ്തിട്ട് ADP ആണ് ഫോം ചെയ്യുന്നത്. അവിടെ 6 ATP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ATP എന്ന് പറയുന്നത് 18 ATP ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ 18 ATP ആണ് യൂസ് ചെയ്യുന്നത്. NADPH ആണെങ്കിൽ 12 ATP ആണ് 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ടോട്ടൽ 18 ATP യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 6 റിഡക്ഷൻ്റെ ഫേസിലും ബാക്കി വരുന്ന 6 റീജനറേഷൻ്റെ ടൈമിലും 12 റിഡക്ഷൻ്റെ ടൈമിലുമാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 18 ATP ആണ് യൂസ് ചെയ്യുന്നത്. NADPH ആണെങ്കിൽ 12 NADPH, അത് റിഡക്ഷൻ്റെ ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ATP ആൻഡ് NADPH ആർ റിക്വയർഡ് ഫോർ എവരി മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ്ഡ് ഇൻ ദ കാൽവിൻ സൈക്കിൾ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. 6 കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു 18 ATPയും അതുപോലെ 12 NADPHും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ATPയും എത്ര NADPHും ആണ് ആവശ്യമുള്ളത്? 3 മോളിക്യൂൾസ് ATPയും 2 മോളിക്യൂൾസ് NADPHും ആണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ D ആണ് കറക്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർഡ് ഫോർ ദ ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? ഡാർക്ക് റിയാക്ഷൻ എന്തൊക്കെയാണ് വേണ്ടത്? ലൈറ്റ്, ക്ലോറോഫിൽ, കാർബൺ ഡൈ ഓക്സൈഡ്, ATP, NADPH. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇതിൽ നമുക്ക് ലൈറ്റ് ആവശ്യമില്ല, ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ ആവശ്യമില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്. ATPയും NADPH യൂസ് ചെയ്യുന്നു. ലൈറ്റ് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയും NADPHും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ BDE ആണ് കറക്റ്റ് ഓപ്ഷൻ. ആൻസർ ഓക്കെ, CDE ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ, CDE. ഈ ക്വസ്റ്റ്യൻ നമ്പർ 6. Given below are 2 statements. Statement 1. In C3 plants, some oxygen bind to rubisco, hence carbon dioxide fixation is decreased. Statement 2. In C4 plants, mesophyll cells show very little photorespiration, while bundle sheath cells do not show photorespiration. In the light of the above statement, choose the correct answer from the option given below. ഇതിൽ നോക്കുകയാണെങ്കിൽ
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കി. ഇൻ C3 plants സം ഓക്സിജൻ ബൈൻഡ് ടു റുബിസ്കോ. അതെ, C3 പ്ലാന്റ്സിൽ റുബിസ്കോന് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് അഫിനിറ്റി ഉണ്ട്, ഓക്സിജനായിട്ടും അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ റുബിസ്കോ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. Hence carbon dioxide is decreased. So statement 1 is correct. In the second statement, in C4 plant, mesophils show very little photorespiration. ഈ ഫോട്ടോറെസ്പിറേഷൻ കാണിക്കുന്നത് ആരാണ്? C2 പ്ലാന്റ്സ് ആണ് ഫോട്ടോറെസ്പിറേഷൻ കാണിക്കുന്നത്, C4 പ്ലാന്റ്സ് അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. ഓക്കെ, എന്താണ് C4 പ്ലാന്റ്സിലെ മെക്കാനിസം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒന്ന് ഓർത്തെടുത്തോ, ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി. നമുക്കിവിടെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ പെപ്പ് എന്താണ്? ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. പെപ്പ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പെപ്പ് കാർബോക്സിലേസിൻ്റെ പ്രസൻസിൽ ഓക്സാലോ അസറ്റേറ്റ് OAA ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ അത് മാലൈറ്റ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ മീസോഫിലിൽ നടക്കുന്നത്. ദെൻ അത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് പോകുന്നു. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. അത് ദെൻ കാൽവിൻ സൈക്കിളിലേക്ക് കടക്കുന്നു. പിന്നെ പൈറുവേറ്റ് ആയിട്ട് മാറുന്നത്. പൈറുവേറ്റ് തിരിച്ച് മീസോഫിൽ സെല്ലിലേക്ക് പോയിട്ട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്നത് തിരിച്ച് ദ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ഓക്സിജൻ്റെ അളവ്, ഓക്സിജൻ കടക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും C2 സൈക്കിൾ നടക്കില്ല. ഈ ഒരു സൈക്കിൾ നടക്കുന്നത് ഹയർ ടെമ്പറേച്ചറുള്ള പ്ലാന്റ്സിലാണ്. പിന്നെ ഈ റുബിസ്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ റുബിസ്കോ പ്ലാന്റ് സെല്ലിൽ അബൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ് സെല്ലിൽ അബൻഡൻ്റ് ആയിട്ടുള്ള എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ അത് റുബിസ്കോ ആണ്. റുബിസ്കോന് ഓക്സിജനായിട്ട് അഫിനിറ്റി ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് അഫിനിറ്റി ഉണ്ട്. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായിട്ട് ബൈൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കാൽവിൻ സൈക്കിൾ നടക്കുന്നു. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഹൗ മെനി ATP ആൻഡ് NADPH2 ആർ റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് വൺ ഓഫ് ദ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഡ്യൂറിങ് കാൽവിൻ സൈക്കിൾ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടി എത്ര ATPയും NADPH ആണ് യൂസ് ചെയ്യുന്നത്? 18 ATPയും 12 NADPH2 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ATP 18 എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അതിൽ കാർബോക്സിലേഷൻ, റിഡക്ഷനിലോ റീജനറേഷനിലോ ആണ് ATP ഫോം ചെയ്യുന്നത്. റിഡക്ഷനിൽ 12 ATPയും റീജനറേഷനിൽ 6 ATP ഫോം ചെയ്യുന്നു. റിഡക്ഷനിൽ 12 NADPH2ഉം ഫോം ചെയ്യുന്നു. ഓക്കെ, ദ റിയാക്ഷൻ സെൻറ്റർ ഇൻ PS2 ഹാസ് ആൻ അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് എത്രയാണ്? 680 ആണ്. PS2ൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം 680 ആണ്. PS1 ആണെങ്കിൽ 700 നാനോമീറ്റർ ആണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ കെമിയോസ്മോസിസ്? A. മെംബ്രെയിൻ, പ്രോട്ടോൺ പമ്പ്, പ്രോട്ടോൺ ഗ്രേഡിയൻ, NADP സിന്തേസ്. ഇത് വായിച്ചു നോക്കിയേ, 4 ഓപ്ഷൻസും ഏതാണ് കറക്റ്റ്? എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, കെമിയോസ്മോസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ATP സിന്തേസ് ആവശ്യമുണ്ട്. ഇതിൽ ATP സിന്തേസ് വരുന്നത് B ഓപ്ഷൻ വരുന്നുണ്ട്, Dയും വരുന്നുണ്ട് ATP സിന്തേസ്. പിന്നെ തന്നിട്ടുള്ളത് പ്രോട്ടോൺ പമ്പും ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റും. പ്രോട്ടോൺ പമ്പും ഇലക്ട്രോൺ ഗ്രേഡിയൻ്റ് അല്ലല്ലോ നമ്മൾ പറയുന്നത്. H+ൻ്റെ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടല്ലേ ATP സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഇതായിരിക്കില്ല, D ആയിരിക്കും ആൻസർ. മെംബ്രെയിൻ വേണം, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് വേണം, H+ൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആൻസർ D ആണ് കറക്റ്റ്. നമ്മൾ കെമിയോസ്മോസ് അല്ലെങ്കിൽ ATP സിന്തേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നേരത്തെ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള H+ കോൺസെൻട്രേഷനാണ് ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. തൈലക്കോയ്ഡ് ല്യൂമെനിലാണ് ഈ H+ കോൺസെൻട്രേഷൻ കൂടുതൽ കാണുന്നത്. H+ കോൺസെൻട്രേഷൻ H+ ATP സിന്തേസ് വഴി തൈലക്കോയ്ഡ് ല്യൂമെനിൽ നിന്ന് സ്ട്രോമയിലേക്ക് പോകുന്നു. ആ സമയത്ത് ATP ADP ആയിട്ട് മാറുന്നു, ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്.
ഈ എ ടി പി സിന്തേസിന് അതേസമയം റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. എ ടി പി സിന്തേസിന് 2 കോമ്പണൻസ് ആണ് F0യും F1ഉം. ഓർത്ത് വെക്കുക. 10th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൻ്റെ കളർ ഏതാണെന്നാണ് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നതിലുള്ള കളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്ലോറോഫില്ലിൻ്റെ കളറ് എന്താണ്? ബ്ലൂ ഗ്രീൻ കളറാണ്. ക്ലോറോഫിൽ ബീൻ്റെ കളറ് യെല്ലോ ഗ്രീൻ കളറാണ്. എന്തായാലും ഗ്രീൻ ഉണ്ടല്ലോ ക്ലോറോഫില്ല്. സാന്തോഫിൽ യെല്ലോ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, യെല്ലോ കളറ്. കാരോറ്റിനോയിഡ് ഓറഞ്ച് കളറാണ് വരുന്നത്. യെല്ലോ ടു യെല്ലോ ഓറഞ്ച് കളർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ഇത് നോക്കാം. ക്ലോറോഫിൽ അപ്പിയേഴ്സ് ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ ഇൻ ക്രൊമാറ്റോഗ്രാം. Chlorophyll B appear yellow green in chromatogram. Xanthophyll appear yellow. Carotenoid yellow to yellow orange. Okay. Next question is a statement type. There are 2 statements are given. Rubisco is the most abundant enzyme in the world. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റുബിസ്കോ മോസ്റ്റ് അബണ്ടൻറ്റ് എൻസൈം ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോട്ടോ റെസ്പിറേഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ C4 പ്ലാന്റ്. യെസ്, C2 പ്ലാന്റിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതും ശരിയാണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഗ്രാന ലാമെല്ല ഹാവ് ബോത്ത് PS1 ആൻഡ് PS2. PS1ഉം PS2ഉം ഗ്രാന ലാമെല്ലല്ലോ കാണുന്നത്, തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിലല്ലേ കാണുന്നത്. സോ അത് ഇൻകറക്റ്റ് ആണ്. സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ഇൻവോൾവ് ബോത്ത് PS1 ആൻഡ് PS2. അത് കറക്റ്റാണ്. നോൺ സൈക്ലിക്കിലാണ് PS2 ഇല്ലാത്തത്. ബോത്ത് ATP ആൻഡ് NADPH+ ആർ സിന്തസൈസ്ഡ് ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. അത് തെറ്റാണ്. സ്ട്രോമ ലാമെല്ല ലാക്ക് PS2 ആൻഡ് NADP റിഡക്ടേഴ്സ്. ഇവിടെ ഒരു തെറ്റുണ്ട്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്.